വി കെ മിനിമോൾ കൊച്ചി മേയറാകുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. നേരത്തെ സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വി കെ മിനി മേയറാകുമെന്നുള്ള പ്രഖ്യാപനം DCC നടത്തിയിരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്ത വരുന്നുണ്ട്. വി കെ മിനിമോൾ കൊച്ചിയുടെ പുതിയ മേയർ, ജോയിന്റ് ഡെപ്യൂട്ടി മേയറായിട്ട് ഒരുപക്ഷെ ദീപ്തി മേരി വർഗീസ് ആകുമെന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്ഥിരീകരിക്കാൻ സമയമായോ എന്നറിയില്ല. പക്ഷേ വി കെ മിനിമോൾ കൊച്ചിയുടെ പുതിയ മേയർ ആകുമെന്നുള്ള പ്രഖ്യാപനം DCC നടത്തിയിരിക്കുന്നു. ചർച്ചകൾ ഉണ്ടായിരുന്നു. പരിഗണനയിൽ നിരവധി 2-3 പേരുകൾ ഉണ്ടായിരുന്നു. ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള പേരുകൾ പരിഗണനയിലുണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ ദീപക് ജോയി ഡെപ്യൂട്ടി മേയർ ആവും എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. അപ്പോൾ വി കെ മിനിമോൾ കൊച്ചിയുടെ പുതിയ മേയറാകും. ദീപക് ജോയിയാണ് ഡെപ്യൂട്ടി മേയർ ആവുക. ഈ ചർച്ചകൾ നിരവധി നടന്നിരുന്നു. അതിൽ ഭൂരിപക്ഷം പേരും ഈ വി കെ മിനിമോൾക്ക് ഈ മേയർ സ്ഥാനം നൽകാം എന്ന തരത്തിലായിരുന്നു വാർത്തകളൊക്കെയും വന്നത്. കൂടുതൽ പേർ പിന്തുണച്ചതും വി കെ മിനിമോളെ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും കടുത്ത നിലപാടിലേക്കൊക്കെ പോകുന്ന നമ്മൾ കണ്ട ഒരു വിഭാഗക്കാർ. അപ്പോൾ ഒടുവിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ച് വി കെ മിനിമോളിലേക്ക് തന്നെ ചർച്ചകൾ എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വി കെ മിനിമോൾ കൊച്ചിയുടെ മേയറാകുമെന്നുള്ള സുപ്രധാന വിവരങ്ങൾ വരുന്നു. സെയ്ഫു, അപ്പോൾ വി കെ മിനിമോൾ കൊച്ചി മേയർ, വിവരങ്ങൾ. അതെ, ആദ്യ ടീമിൽ മേയർ സ്ഥാനത്തേക്ക് വി കെ മിനിമോളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രണ്ടാം ടീമിൽ ഷൈനി മാത്യു മേയറാകും. ദീപക് ജോയി ഡെപ്യൂട്ടി മേയറാകും. KVP കൃഷ്ണകുമാറും മേയറും ഡെപ്യൂട്ടി മേയറും ആകും. മേയർ സ്ഥാനത്ത് നിന്ന് വെട്ടിയതിൽ KPCC ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. KPCCക്ക് പരാതി നൽകിയത് അറിഞ്ഞില്ലെന്ന് DCC പ്രസിഡന്റ് ഷിയാസ് പറയുന്നത്. ഇപ്പോൾ ഈ DCC ഓഫീസിൽ അതിന്റെ പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. നമുക്ക് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ഒടുവിലാണ് ഇപ്പോൾ മിനിമോളെ മേയറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ തീരുമാനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമാവും തോന്നുന്നു. മേയർ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിന്റെ 42 ഓക്കെ, ഇപ്പം അല്പസമയത്തിനകം തന്നെ നമുക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമാകുമെന്ന് കരുതുന്നു. ഒടുവിൽ വി കെ മിനിമോൾ ഈ കൊച്ചിയുടെ മേയറാകും. ദീപ്തി മേരി വർഗീസ് എന്ന പേരാണ് ആദ്യം കേട്ടതെങ്കിൽ, എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നിലവിൽ വി കെ മിനിമോളിൽ തന്നെ പേര് എത്തിച്ചേർന്നിരിക്കുന്നു. വി കെ മിനിമോൾ കൊച്ചിയുടെ മേയറാകും. ഈ നേരത്തെ തന്നെ കൊച്ചി മേയർ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളൊക്കെ AI ഗ്രൂപ്പുകളൊക്കെ നടത്തിയിരുന്നു. മേയർ സ്ഥാനത്തേക്ക് ആദ്യം നമ്മൾ പറഞ്ഞു കേട്ടെ, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ DCCയുടെ തീരുമാനങ്ങൾ കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനവുമായി? അല്ല, മേയർ സ്ഥാനത്തേക്ക് ശ്രീമതി വി കെ മിനിമോളെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ശ്രീ ദീപക് ജോയിയെയുമാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് പാർട്ടി തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിലുള്ള അധ്യക്ഷ ഉപാധ്യക്ഷ പദവികളിലേക്ക് സ്ഥാനാർത്ഥിമാരെ തീരുമാനിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും അത് പരിഗണിച്ച് എല്ലാവരുമായി കൂട്ടായി ചർച്ച ചെയ്ത്, ചെറുതും വലുതുമായ നേതൃത്വവുമായി ചർച്ച ചെയ്ത്, പാർലമെന്ററി പാർട്ടിയുമായി അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. ആ തീരുമാനം ഉചിതമായ തീരുമാനമാണ്, 100%. അതിനപ്പുറത്ത് പ്രവർത്തന പരിചയസമ്പന്നത കൂടി ഞങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ്. കുറേ കൂടി നിരവധി വർഷങ്ങൾ കൗൺസിലുണ്ടായിരുന്ന വിവിധ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച ആളുകളാണ് ഈ 2 പേരും. അതുപോലെ 2.5 വർഷക്കാലം ഇവരുടെ കാലാവധിയാണ്. അതിനുശേഷം ശ്രീമതി ഷൈനി മാത്യു, അതുപോലെ തന്നെ ശ്രീ KVP കൃഷ്ണകുമാറും 2.5 വർഷക്കാലം അവരും ഈ കോർപ്പറേഷന്റെ അധ്യക്ഷ പദവികളിലേക്ക് അവരും വരും. ദീപ്തി മേരി വർഗീസ് പരാതി നൽകി നേതൃത്വത്തിന് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അല്ല, ഞാൻ അതറിഞ്ഞില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ദീപ്തി മേരി വർഗീസിന്റെ പേര് പരിഗണനയ്ക്ക് വന്നിരുന്നില്ല ഒരിക്കൽ പോലും? അല്ല, എല്ലാ പേരുകളും, ഒരാളുടെ പേര് മാത്രമല്ല, നിരവധി ആളുകൾ അങ്ങനെ ഈ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എല്ലാവരെയും പരിഗണിച്ചു. പൊതുവിൽ തീരുമാനം ഉണ്ടായത് ഈ 2 പേരിലേക്കാണ്. ആ 2 പേരെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടൈം വ്യവസ്ഥയിൽ ഇപ്പോൾ 2 പേരുടെ പേരെ പരിഗണന, അതങ്ങനെ 2.5 വർഷം എന്ന രീതിയിലായിരിക്കും. 2.5 വർഷക്കാലം
മിനിമോളും അതുപോലെ തന്നെ ദീപക് ജോയിയുമാണ്. അതിനുശേഷം ഷൈനി മാത്യു, KVP കൃഷ്ണകുമാറുമാണ്. അങ്ങനെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആർക്കെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അവരെ ഒരു വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, അങ്ങനെ അതൃപ്തി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ പാർട്ടിയുടെ മാനദണ്ഡങ്ങൾ വന്നതിന് ശേഷം നടത്തിയ 2 ദിവസക്കാലത്തെ ചർച്ചകൾ പാർലമെന്ററി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരുമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പരാതിക്കും ഇടയില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും അതാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പ്രതികരണം. കൂടിയാലോചനകൾക്ക് സൈഫ്, അപ്പം VK മിനിമോളും ഷൈനി മാത്യുവും 2.5 വർഷം വീതം പങ്കിടും. അതേപോലെ തന്നെ ദീപക് ജോയിയും VP കൃഷ്ണകുമാറും അല്ലേ? സൈഫ് നിസിലേക്ക് നമുക്ക് എത്താം. സൈഫോ കേൾക്കാം. അപ്പോൾ 2.5 വർഷം വീതം രണ്ടുപേരും. സൈഫ് നിസിലേക്ക് എത്താം. ഇപ്പോൾ നിലവിൽ നമ്മുടെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് ഈ VK മിനിമോളും ഷൈനി മാത്യു രണ്ടുപേരും 2.5 വർഷം വീതം പങ്കിടും. അതേപോലെ തന്നെ ഈ ദീപക് ജോയും KVP കൃഷ്ണകുമാറും ഈ രണ്ടുപേരും ഈ 2.5 വർഷം വീതം പങ്കിട്ടെടുക്കാനാണ് നിലവിലെ ധാരണ. അങ്ങനെ കൊച്ചിയിൽ ആരാകും മേയർ എന്ന കാര്യത്തിൽ തീരുമാനം ആയിരിക്കുന്നു. DCC പ്രഖ്യാപനവും നടത്തിയിരിക്കുന്നു. എനിക്ക് വർക്ക്സ് കമ്മിറ്റി ചെയർമാനായിട്ട് 10 മാസക്കാലമാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അത് ആ സമയത്ത് കിട്ടുന്ന സമയം നന്നായിട്ട് വിനിയോഗിക്കുക. അതിന് സമയമല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നന്നാവുന്നത്. ഒരുപക്ഷെ സ്ഥിരം സമിതി അംഗമൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊക്കെ മേഖലയിലായിരുന്നു മിനിമോളുടെ നിയുക്ത മേയർ മിനിമോൾ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ